തുടർച്ചയായി നേരിട്ട പ്രതിസന്ധികളെ അതിജീവിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് സ്വാശ്രയ കോളേജായ കരകുളം PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹ ഇന്നലെ ജീവനൊടുക്കിയത്. കോളേജ് വളപ്പിലെ കെട്ടിടത്തിനുള്ളിൽ തീ കൊളുത്തിയാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. വൻ സാമ്പത്തിക ബാധ്യതകൾ അദ്ദേഹത്തിന് ഉള്ളതായിട്ടായിരുന്നു സൂചനകൾ. ജില്ലയിലെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കോളേജായി PA അസീസ് വളരുന്നതിനിടെ പലവിധ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിരുന്നു. നെടുമങ്ങാട് മുല്ലശ്ശേരി വെങ്കോട് റോഡിൽ 50 ഏക്കറിലാണ് PA അസീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച കോഴ്സുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു. 2003 കോളേജ് ആരംഭിച്ച് ഏറെക്കാലം നല്ല രീതിയിലായിരുന്നു പ്രവർത്തനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും കൈമാറാൻ മുഹമ്മദ് അസീസ് താഹ തയ്യാറായിരുന്നില്ലെന്നാണ് വിവരം. എല്ലാത്തിനെയും അതിജീവിച്ച് കോളേജ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അതൊന്നും ഫലം കാണാതെ പരാജയപ്പെട്ടതോടെയാണ് മുഹമ്മദ് അസീസ് താഹ ജീവനൊടുക്കിയതെന്നാണ് വിവരം. കോളേജ് നിലനിർത്തിക്കൊണ്ടുപോകാനായി ദുബായിലെ ഇൻഷുറൻസ് കമ്പനി അടക്കം വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതുക വായ്പ എടുത്തിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ചെന്ന ആരോപണം ഉയർന്നതോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ഇതോടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചു. താൽക്കാലികമായി കോളേജ് പൂട്ടി. പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും മുന്നോട്ടു പോകാനായില്ല. ഇതിനിടെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ വസ്തുക്കൾ അറ്റാച്ച് ചെയ്തിരുന്നു. ഇതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലായി. ഇതുകാരണം കോളേജ് വക ഭൂമി വിറ്റ് കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞിരുന്നതായി നാട്ടുകാർ പറയുന്നു. അമിത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇന്നലെ രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. നിർമ്മാണം പൂർത്തിയാവാത്ത കെട്ടിടത്തിലെ ഹാളിൽ തീ പടർന്നത് കണ്ട് കോളേജ് ജീവനക്കാർ ഓടിയെത്തി. ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. അതിനിടെ ശരീരം പൂർണ്ണമായി കത്തിയമർന്നു. സ്ഥലത്തെത്തിയ നെടുമങ്ങാട് പോലീസ് SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും മാത്രമാണ് കണ്ടെടുക്കാനായത്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. താഹയുടെ മൊബൈൽ ഫോണും കണ്ടെടുത്തു. കാറും കോളേജിലുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ വൻ കടബാധ്യതയുടെ നടുവിലായിരുന്നു എന്നാണ് വിവരം. ഇക്കഴിഞ്ഞ 28-ന് വഴയിലയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഇദ്ദേഹം പെട്രോൾ വാങ്ങിയിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചു. 1 മാസമായി കോളേജിലെ ഓഫീസിലായിരുന്നു താമസം. 3 ദിവസമായി പുറം ലോകവുമായി ബന്ധമുണ്ടായിരുന്നില്ല. കൊല്ലം ഇരവിപുരം സ്വദേശിയാണ്. വർഷങ്ങളായി പേയാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു.